ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു +2 എങ്ങനെ പഠിക്കാം. ഇപ്പോൾ ഒരു നമുക്ക് 10 ദിവസം ഇല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 7th. ഞാൻ എന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയില്ല. 7th ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാം തൊട്ട് പഠിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ മുന്നേ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ചെയ്തു. ഞാൻ പിന്നെ നിർത്തിയതിലേക്ക് +1 ഫുൾ പോയൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ ഇതിന് എങ്ങനെയോ ഞാൻ ഷോർട്ട് ഔട്ട് ചെയ്തെടുത്തു എന്നല്ലാണ്ട് +1 ഒരു പകുതി വരെ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ പഠിക്കുന്നത്, എന്തൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വേറെ ഒരാൾക്ക് പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേറെ ഉപദേശിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ +1 ഒട്ടും ഇങ്ങനത്തെ ലോങ് വീഡിയോസ് ഇട്ടില്ല. ഞാൻ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ വിളിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായി സംസാരിക്കാനൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ +1 ഓണം +2 കയറിയപ്പോൾ തന്നെ ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു. +1 മാർക്ക് ഉണ്ടാവും, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒക്കെ സീനില്ല, ആ ഒരു രീതിക്കാണ്. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞ് മനസ്സിലായത് +2 +1 വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിക്ക് പഠിക്കാനും ഉണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മിഡ് ടേം എക്സാമിന് മാർക്ക് കുറവായിരുന്നു, ഓണം എക്സാമിന് മാർക്ക് കുറവായിരുന്നു. ക്രിസ്മസ് എക്സാമിന് എന്താണെന്ന് എനിക്കറിയില്ല. ക്രിസ്മസ് എക്സാമിനാണ് എനിക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്രിസ്മസ് എക്സാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലാണ് നമുക്ക് വലിയ പരീക്ഷയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈം കിട്ടുള്ളൂ. കാരണം ക്രിസ്മസ് എക്സാമിന് നമ്മളെന്തെങ്കിലും ക്രിസ്മസ് എക്സാമിന് നമ്മളെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്ക് വലിയ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യാം. ക്രിസ്മസ് എക്സാമിന് നമ്മളൊന്നും പഠിച്ചില്ലെങ്കിൽ ഇത്തിരി കൂടി ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചൊരു സമയത്തേക്ക് എത്താനായിട്ട്, ഫുൾ A+ അങ്ങനെയൊക്കെ എത്താനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് +2 ഫുൾ A+ കിട്ടണം എന്നാണ്. പിന്നെ ആഗ്രഹവും എല്ലാവർക്കും ഉണ്ടല്ലോ, എനിക്കുമുണ്ട്. അങ്ങനെ അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് എക്സാമിന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 75-80, എനിക്ക് മിക്കതും 70 കിട്ടാറുണ്ട്. ഒരു 80 to 90-ക്കുള്ളിൽ പെർസെൻറ്റേജ് കിട്ടണം. പെർസെൻറ്റേജ് ഞാൻ പറയുന്നുള്ളൂ, ഫുൾ A+ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിനൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട A+. ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു പെർസെൻറ്റേജ് വെച്ച് എനിക്കൊരു 80 to 90 ഇടയിൽ പെർസെൻറ്റേജ് വേണം. അതാണ് ഞാനിപ്പോൾ വിഷ് ചെയ്യുന്നത്, മീൻസ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി. അപ്പോൾ നമുക്ക് അതിൽ വെച്ച് തുടങ്ങാം. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതിലേക്ക് എനിക്കിപ്പോൾ ഞാൻ ക്രിസ്മസ് എക്സാമിന് വരെ അത്യാവശ്യം നല്ലോണം യൂണിറ്റ്സ് ഉണ്ട്. എനിക്ക് മൊത്തം ഞാൻ ഷോർട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കമ്പ്യൂട്ടർ ഞാൻ വെക്കേഷനിൽ പഠിക്കും എന്നുള്ളൊരൊറ്റ കാരണത്താൽ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് വെക്കേഷൻ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് കമ്പ്യൂട്ടർ. അപ്പോൾ വെക്കേഷനിൽ നിന്ന് പഠിക്കാം എന്നുള്ളത്, കാരണം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടി പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് മൊത്തത്തിൽ നല്ലോണം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 1 2 5 6 7 8 9 10 11 ചാപ്റ്റേഴ്സ്. മാത്സ് ഉണ്ട് 8, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഫിസിക്സ് 10 യൂണിറ്റ് ഉണ്ട്, കെമിസ്ട്രി 8 യൂണിറ്റ് ഉണ്ട്, മാത്സ് 11 യൂണിറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ 8 യൂണിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റഫ് ചെയ്ത് പഠിക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, നമുക്കിപ്പോൾ ഫസ്റ്റ് ടേംസിൽ നിന്ന് വരത്തില്ല അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനും വരും. അപ്പോൾ ഞാൻ വെയിറ്റേജ് അനുസരിച്ചാണ് നോക്കുന്നത്. കാരണം ഫസ്റ്റ് ടൈമിൽ എന്തായാലും വരില്ലോ. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് നോക്കാനാണ് ഇത്തിരി കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വെയിറ്റേജ് അനുസരിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, വെയിറ്റേജ് നോക്കിയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജസ് ഞാനിപ്പോൾ വല്ലാണ്ട് ഞാനത് കൊടുക്കുന്നില്ല, അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് ഇതുവരെ കവർ ചെയ്യാത്ത കുറേ ചാപ്റ്റേഴ്സ് പെൻഡിങ് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കായികമേളയ്ക്ക് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ലെവലിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഷഫിൾ ചെയ്യണം. അതാണ് ഞാൻ മെയിൻലി ഗോൾ വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു ഷെഡ്യൂൾ റൂട്ടിനാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഒരു 5-6 സ്കൂൾ വന്നിട്ട് ഇത്രയും നാൾ ആ ഒരു ഇതിൽ എനിക്ക് ഒരു സ്റ്റഡി റൂട്ടീനോ ഒരു മര്യാദയ്ക്കുള്ള വന്നിട്ടുള്ള പഠിത്തോ ടെസ്റ്റ് പേപ്പറുള്ള പഠിത്തോ ഒന്നും ഉണ്ടായിട്ടില്ല. സീസിലാണ് ഒന്നും ഉണ്ടായില്ല. ഫുള്ളൊരു ഉഴപ്പിയ ജീവിതമായിരുന്നു വേണ്ടിയത്. ഇനി അതൊന്ന് കരകയറ്റി കൊണ്ടുവരാനാണ് ഞാൻ ഈ വീഡിയോസ് ഇനി എടുക്കുന്നത്. കാരണം എന്നെ ബോധിപ്പിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ സ്റ്റഡി ടേബിൾസ് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. മീൻസ് ഞാൻ എക്സാം ടൈംസിൽ മാത്രം പുൾ ഔട്ട് ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റഡി റൂട്ടീൻ. രാവിലെ എണീക്കണം, അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കേസല്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് ഉറക്കവും ഒരു താല്പര്യമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും പഠിക്കണം. ഇന്നല്ലെങ്കിൽ ഇന്ന് 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഇന്ന് ഇത്രയും ഡിഫിക്കൽട്ടുള്ള 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ നടക്കുന്നില്ല ഇതൊന്നും. ഒന്നാമത്തെ കാര്യം ഉറക്കമാണ്. ഉറക്കം കഴിഞ്ഞിട്ട് നേരമില്ല എനിക്ക്. പിന്നെ ഒടുക്കത്തെ മടി. പിന്നെ ഇപ്പോഴത്തെ തണുപ്പ് കൊണ്ട് ഉറങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നത്തെ ഒരു കാര്യം, ഭയങ്കര ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിലും സംഭവം നടക്കുന്നില്ല. വേറൊരു കാര്യം, അത് എനിക്ക് മാത്രമല്ല എന്നാലേക്കും കുറച്ച് സന്തോഷം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും ഷഫിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഡെയിലി നടന്നു പോകുന്ന ഒരു സംഭവങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇതാണ് എൻ്റെ സ്റ്റഡി റൂട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് രാവിലെ ഇന്ന് പഠിക്കാൻ ഒട്ടും പറ്റത്തില്ല. എനിക്ക് ഒട്ടും പറ്റാത്ത ഒരാളാണ്. രാവിലെ എനിക്കാൽ ഇങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്റ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ രാവിലെ എനിക്ക് പഠിക്കൽ ഭയങ്കര കുറവാണ്. എനിക്ക് രാത്രി ഒരു 8 മണി ടു എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ പറ്റും, എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. പക്ഷേ രാവിലെ കിടന്ന് ഉറങ്ങും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് രാത്രിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന ടൈം. ഞാൻ മിക്കവാറും ഇപ്പോൾ രാത്രിയാണ് പഠിക്കാൻ നോക്കാറ്. ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നേന്ന് തുടങ്ങൂലേ, അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫോക്കസ് കിട്ടുന്നില്ല, ഒട്ടും കണ്ടിന്യൂഷൻ. ഇപ്പോൾ ഒരു മണിക്കൂറോ 20 മിനിറ്റ് എനിക്ക് ക്ലാസ് ആണെന്ന് വിചാരിക്കും, എനിക്കത് 1-2 മണിക്കൂർ എടുക്കും കണ്ടുതിരിക്കാം. കാരണം അത്രയും പോലും ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല. മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒന്നേ തുടങ്ങാനായിട്ടാണ്. ഇപ്പോൾ ഒരു 1 മണിക്കൂർ ക്ലാസ്സാണ്, ഞാൻ ഒരു ഡേ എടുത്ത് കണ്ടാലും ഞാൻ ഓക്കെ അത് നല്ലതാണ് എന്ന രീതിയിൽ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ ഒരു പ്രോത്സാഹനം കൊടുക്കും. പക്ഷെ എനിക്കിപ്പം ഭയങ്കര ഒരു ഡീമോട്ടിവേഷനും ഒക്കെ വരുന്നൊരു ടൈമാണ്. എന്താ അറിയില്ല, ഇപ്പം പരീക്ഷ ടൈമിൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് വരുന്നത്. അതൊന്ന് മാറ്റി ഞാൻ ഒന്നേന്ന് തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കംഫോർട്ട് അനുസരിച്ച് പഠിക്കാം. നമുക്ക് എപ്പോഴാണ് അങ്ങനെയല്ല, പരീക്ഷയാണല്ലോ. അപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ ടൈം അനുസരിച്ച് പഠിക്കുക. രാവിലെ പഠിക്കാൻ പറ്റാത്ത ഒരാൾ രാവിലെ കുറേ നേരം ബുക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴാണ് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇരുന്ന് പഠിക്കാം. നമുക്കിപ്പോൾ രാവിലെ പഠിക്കാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാവരും ഫോഴ്സ് ചെയ്യുന്നുണ്ട്. 4 മണിക്ക് കിട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. നമുക്ക് ഫോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കാര്യം നമ്മുടെ കംഫർട്ട് ടൈം നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എപ്പോഴാണ് പഠിക്കാൻ പറ്റുന്നത് ആ ടൈം നല്ല രീതിക്ക് യൂസ് ചെയ്ത് നന്നായി പഠിക്കാൻ നോക്കാം. പിന്നെ ടിപ്പ് നമ്പർ 2 ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫിസിക്സ് മാത്സ് പോലത്തെ നമ്മൾ എന്തായാലും ചെയ്ത് പഠിച്ചേ തീരും. ഇപ്പോൾ ഞങ്ങൾക്ക് കെമിസ്ട്രി അതെ കുറേ എഴുതി പഠിച്ചാലാണ് എന്തെങ്കിലും മനസ്സിലാവുക. കാരണം ഒരുപാട് ഇക്വേഷൻസ് ഓർഗാനിക്കൊക്കെ എവിടെയൊക്കെ എടുക്കുന്നത് പോലും ഇരിക്കല്ലോ. കാരണം അത്ര അധികം ഗൈസ്. ഇവിടെ പ്രചരണത്തിൻ്റെ സോങ് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. എന്താ ഇത് കഴിയുന്നില്ലല്ലോ. ചേട്ടാ കഴിഞ്ഞില്ലേ, എന്റെ വീട്ടും പുറത്താണല്ലോ എല്ലാം. ഓക്കെ ഇവരൊന്ന് പോട്ടെ കേട്ടോ. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് വലിച്ചു വാരി പഠിക്കാണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു ബേസിക് കൺസെപ്റ്റ് അറിയായിരിക്കും, അത് നോക്കി പഠിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഈസിയർ വേസ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കുക. പരീക്ഷ എടുക്കുന്നതിന് മുന്നേ എന്തായാലും നമ്മളൊരു പേഴ്സണലൈസ്ഡ് നോട്ട് ഉണ്ടാക്കുക. അത് ഭയങ്കര നല്ലതാണ്. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്കിപ്പോൾ കുറച്ച് 2-3 യൂണിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ആ ടൈം കൊടുക്കണം. കാരണം എനിക്ക് ആ ടൈം കിട്ടിയാലേ പിന്നെ അങ്ങോട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി ഭയങ്കര ബാക്കി പോകുന്നത് നല്ലത് ഒരു ടൈം കൊടുത്ത് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നല്ല ഫോക്കസിൽ ആ ഒരു ഫോമിൽ തന്നെ ഇരിക്കുക. അതേപോലെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെള്ളം, വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ ഫുഡ് എന്തെങ്കിലും സ്നാക്സ് അതൊക്കെ വെക്കുക. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എണീച്ച് പോയ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് ഉച്ചയ്ക്കായിരിക്കും. രാവിലെ ഇപ്പോൾ ഒരു 8 മണിക്ക് ഞാൻ പഠിക്കണം എന്നൊക്കെ വെച്ചിരുന്നു. പിന്നെ ഞാൻ വെള്ളം എടുത്തില്ല. ഞാൻ വെള്ളം എടുക്കാൻ പോയാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് തിരിച്ച് വരത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് അമ്മോട് കത്തിക്കും. അമ്മ എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ചേട്ടനോട് പോയി കത്തിക്കും. ചേട്ടൻ എന്നെ പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പോയി കത്തിക്കും. ആരെങ്കിലും ഞാൻ പുറത്തിറങ്ങി അവിടെ അതിനോടൊക്കെ പോയി കത്തിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും പെട്ടെന്ന്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരുക്കിയിട്ട് ഇരുന്ന് പഠിക്കുന്നതായിരിക്കും അത്യുത്തമം. പിന്നെ എന്നോട് കുറച്ചുപേർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്, സെൽഫായിട്ടാണോ? ഞാൻ സെൽഫായിട്ടല്ല പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ഈ എക്സാമിനർ സൈലം, എഡ്യൂബോട്ട്, MS സൊല്യൂഷൻസ്, പിന്നെ കുറച്ച് കെമിസ്ട്രി ബ്രോസ്, പിന്നെ JJ മാത്സ്, അങ്ങനെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ചെറിയ യൂട്യൂബേഴ്സ്. മീൻസ് നമ്മളിപ്പോൾ മാത്സ് സ്റ്റഡീസിൻ്റെ വെച്ചാൽ അത്രയും നമ്മൾ കേട്ടില്ലാത്ത യൂട്യൂബേഴ്സാണ്. പക്ഷേ ക്ലാസ് അന്യായ ക്ലാസ്സാണ്. എന്ത് രസമാണെന്നറിയോ. ചില ക്ലാസ്സൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇവർ ഈ 20 മിനിറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് കാണാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എഡ്യൂബോട്ട്, സെമിനാർസ് പോലത്തെ യൂട്യൂബ് ചാനൽസൊക്കെ 1 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ ഒറ്റ ഇതിലായിരിക്കും ഒരു യൂണിറ്റ് ഫുൾ എടുക്കുക. ഇവർ യൂണിറ്റ് ഫുൾ എടുത്തിട്ട് ടൈം കൊടുത്തായിരിക്കും 20 മിനിറ്റിൻ്റെ ഒരു 9-10 പാർട്സ് ഒക്കെ ആയിട്ട് ഇടുക. പക്ഷേ അടിപൊളിയായിട്ട് എടുക്കും. അപ്പോൾ അങ്ങനത്തെ ചാനൽസ് കണ്ടിട്ട് അവർ പറയുന്ന നോട്ട്സ് അവർ ബോർഡിൽ സ്കെച്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ആ നോട്ട്സാണ് ഞാൻ എഴുതിയിട്ട് പ്രിൻ്റഡ് നോട്ട്സ് അല്ല. പിന്നെ പ്രിൻ്റഡ് നോട്ട്സ് ഞാൻ HSS ലൈവിൽ ചില പ്രിൻ്റഡ് നോട്ട്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ കയറി എടുക്കാറുണ്ട്. പിന്നെ ChatGPT
അതാണ് എൻ്റെ മെയിൻ നോട്ട്സൊക്കെ ഉണ്ടാക്കുന്നത്. നോട്ട് എഴുതൽ ഞാൻ വളരെ കുറവാണ് സ്കൂളിൽ. നോട്ട് എഴുതാത്തതിനും നോട്ടില്ലാത്തതിനും എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് റൂട്ടീൻ ഇപ്പോൾ പോകുന്നത്. അത് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും എങ്ങനെയാണ് സ്റ്റഡീസൊക്കെ പോകുന്നത്, ഒന്ന് സ്റ്റഡീസിൻ്റെ ഞാൻ മുന്നേ കുറേ വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ചെയ്തത് ആ ഒരു ട്രാക്കിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇനിയിപ്പോൾ ട്രാക്കിൽ കയറണം, അല്ലെങ്കിൽ ഫുൾ പോകും. അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ജസ്റ്റ് കുറേ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറയാൻ വന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു, ക്രിസ്മസ് എക്സാമിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെയൊക്കെയാണ്, മാർക്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ എന്നൊക്കെ കമൻസിൽ പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.